സെപ്റ്റംബർ 22 വിശുദ്ധ മൗറീസ് ഒരു ക്രിസ്ത്യൻ സൈനികനായിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ അടങ്ങിയ ചക്രവർത്തി മാക്സിമിയൻ ഹെർക്കുലിയസിൻ്റെ സൈന്യത്തിൻ്റെ തെബൻ ലിജിയൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു മൗറീസ്. വിമതനായ ബാഗോഡയ്ക്കെതിരായ വിജയമുറപ്പാക്കാൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവനും അദ്ദേഹത്തിൻ്റെ സഹസൈനികരും ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചു. ആവർത്തിച്ചുള്ള ആജ്ഞകൾ അനുസരിക്കാൻ അവർ വിസമ്മതിക്കുകയും ജനീവ തടാകത്തിനടുത്തുള്ള ഓഗ്ഡോറും മുതൽ അഗ്നവും വരെ പാളയമിട്ടിരുന്ന സൈന്യത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തപ്പോൾ മാക്സിമിയൻ 6000-ലധികം പേരുള്ള മുഴുവൻ ലെജിയനെയും വധിച്ചു. അവസാനം വരെ മൗറീസും 2 സഹ ഓഫീസർമാരായ എക്സ്പെരിയസും കാൻഡിഡസും ഉറച്ചുനിന്നു. വിശുദ്ധ മൗറീസ് പരമ്പരാഗതമായി പൂർണ്ണ കവചത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇറ്റലിയിൽ ചുവന്ന കുരിശുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സഹക്രിസ്ത്യാനികളുടെ അചഞ്ചലമായ സംരക്ഷണത്തിൻ്റെ ഫലമായി അദ്ദേഹം പട്ടാളക്കാർ, വാളെടുക്കുന്നവർ, സൈന്യങ്ങൾ, കാലാൾപ്പടക്കാർ, വിശുദ്ധ റോമൻ ചക്രവർത്തിമാർ എന്നിവരുടെ രക്ഷാധികാരിയാണ്. കൂടാതെ 1941 പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധ മൗറീസിനെ ഇറ്റാലിയൻ സൈന്യത്തിൻ്റെ അൽപിനി മൗണ്ടൻ ഇൻഫൻട്രി കോർപ്സിൻ്റെ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു.